Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. This call is now being recorded. Good afternoon, ma'am. Good afternoon. Afternoon. എങ്ങനെയുണ്ട് മഴയ്ക്ക് എങ്ങനെയുണ്ട്? രാവിലെ മുതൽ മഴയാണ് ടീച്ചർ. അവധിയില്ലേ സ്കൂളില്? അതെ, അവധിയാണ്. വീക്കെൻഡ്. Good afternoon. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കും അവധിയാണെന്ന് മിസ്സേ. നമ്മൾ ഓൺലൈൻ അല്ലേ? Good afternoon, ma'am. Good afternoon. നമുക്ക് നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ മാത്രമേ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ, അല്ലാതെ ഒന്നും തരില്ല. പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ബുദ്ധിമുട്ടാണെങ്കിൽ വിളിച്ച് പറയാം കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ, മാം. Good afternoon. ഇന്ന് ജിഷ മാഡത്തിന്റെ ക്ലാസ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. എന്താണ് ചോദിച്ചത്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. Yes, prayer ആരാണ്? ടീച്ചർ, ഞാൻ പ്രയർ ചൊല്ലാം. രേഷ്മ. ഹൃദയരാഗതന്ത്രി നീക്കി ഇഹഗീതം കർമ്മഭൂമി തളിരിടുന്ന
വർണ്ണമേകിയം പൂർണ്ണമീചരങ്ങൾ ഒരുവരങ്ങനാകനീ ആഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു. Okay. Purpose today. Yes, ma'am. You don't have to be great, but you have to be start being great. ആരംഭിക്കാൻ നിങ്ങൾ മികച്ചവരാകേണ്ടതില്ല, പക്ഷേ മികച്ചവരാകാൻ നിങ്ങൾ ആരംഭിക്കേണ്ടതാണ്. താങ്ക് യു, മാം. Yes. Signing. മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. സൈനിങ് ഞാനാണ് പറയുന്നത്. എന്റെ പേര് സുറുമി. എഴുത്തുകാരനായിട്ടുള്ള പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റ്യനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. Pedro Pablo Sacristan was born in Madrid, Spain in 1973. He holds a master's degree in management. His passion for education and writing led him to create a collection of short stories for children on values. Some of his stories have been collected as an audiobook titled The Pedro Fable Collection. His famous short stories include Red Moon, Black and White, The Lazy Little Bird, The Mocking Tiger, and The Tree and the Vegetables. Thank you, ma'am. Yes. രേഷ്മ നന്നായിട്ട് പ്രയർ ചൊല്ലി കേട്ടോ. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. കേൾക്കാമോ? കേൾക്കാം മാം. കേൾക്കാം. നിങ്ങൾക്ക് വിശേഷം സുഖാണോ? സുഖാണ് മാം. സ്കൂൾ അവധിയാണ് അല്ലേ? സ്കൂൾ ഉണ്ടല്ലോ. ഏതാ ഡിസ്ട്രിക്ട് ഏതാണ്? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഇവിടെ എറണാകുളത്ത് അവധിയാണ്. ഒന്നുമില്ല മാം. പത്തനംതിട്ട ഒഴിവാണ്. പത്തനംതിട്ട ആരെങ്കിലുണ്ടോ? ഇടുക്കി അവധിയാണ്. അവധിയാണ്. 3 ദിവസത്തിലേക്ക് അങ്ങോട്ട് മഴ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ടോപ്പില് സെക്കൻഡ് പാരഗ്രാഫ് വരെ പറഞ്ഞല്ലേ? തേർഡ് പാരഗ്രാഫ് ഒരാളൊന്ന് വായിക്കാമോ? തേർഡ് പാരഗ്രാഫ് ഞാൻ വിളിക്കാം. ദിവ്യ മാധവൻ. മൊത്തം വായിക്കണം. Human development is a lifelong process which is connected with third point. അതൊക്കെ കഴിഞ്ഞല്ലേ? ഏതാ വായിക്കുന്നത്? third paragraph. Development, nevertheless, is the product of psychological and social growth stressed by environmental and individual behavioral factors, sometimes more easily referred to as maturity. While both of those natural processes are greatly different, both growth and development are closely related steps in producing healthy adults. Crow and Crow remarks that growth refers to structural and psychological changes, while development refers to growth as well as changes in behavior. Okay. Yes. Development intervals is a product of psychological and social growth stressed by environmental and individual behavioral factors, sometimes more easily referred to as maturity. While both of these natural processes are greatly different, both growth and development are closely related steps in producing healthy adults. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത് എന്നും രണ്ടും പഠിച്ചു. ഒന്ന് പറയാമോ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഡെവലപ്മെന്റ് എന്താണ്, ഗ്രോത്ത് എന്താണ് എന്ന് പറയാമോ ആരെങ്കിലും?
ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഇൻ ബിഹേവിയർ പ്രോഗ്രസ് ഓൺ നാച്ചർ ഇത് അറ്റ് ഹലോ പറഞ്ഞോളൂ. it occurs throughout കട്ടായി പോകുന്നു പറയുന്നത്. ആരെങ്കിലും പറയാമോ ഗ്രോത്ത് എന്താണെന്ന്? അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ് ആണ് നാച്ചർ മുഴുവൻ ഉണ്ടാവുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിന്റെ ഒരു സ്ട്രക്ചറൽ ഇൻ നാച്ചർ, ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോഗ്രസ് നാച്ചർ ആണ്. ഇറ്റ് നാച്ചുറൈസേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നാച്ചുറലിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഡെവലപ്മെന്റ്. പറയാം. ഡെവലപ്മെന്റ് occurs is product of psychological and social growth stressed by environmental and individual behavior factors. എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം എന്ന് പറയുന്നത് എന്താണ്? മാനസികവും സാമൂഹികവുമായ വളർച്ചയുടെ ഫലമായിട്ടാണ്. അല്ലെ, ഒരാളിൽ മാനസികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ച ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, സംടൈംസ് മോർ ഈസിലി റെഫേഴ്സ് ടു ആസ് മെച്യൂരിറ്റി. എന്താ പറയുന്നത്? എങ്ങനെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രൊട്ടക്റ്റോ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ. എന്നിരുന്നാലും കേട്ടോ, എന്നിരുന്നാലും നമ്മൾ പറയില്ലേ, എന്നിരുന്നാലും വികസനം എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്? പ്രൊഡക്റ്റോ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രോത്തിന്റെ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നമാണ് എന്ത്? വികസനം എന്ന് പറയുന്നത്. സ്ട്രെസ്ഡ് ബൈ ദ എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ്. ഡെവലപ്മെന്റിനെ എന്തൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ഫാക്ടേഴ്സ്? എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയറൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ് വികസനത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ് അയാളെ അഫക്ട് ചെയ്യുന്നുണ്ട്. സംടൈംസ് മോർ ഈസിലി റെഫേഴ്സ് ടു ആസ് മെച്യൂരിറ്റി. ഇതിനെയാണ് മെച്യൂരിറ്റി എന്ന് റെഫർ ചെയ്യുന്നതെന്ന് പറയുന്നത്. മെച്യൂരിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ഡെവലപ്മെന്റിനെയാണ്. ഏത് ഡെവലപ്മെന്റിനെയാണ് നമ്മൾ പക്വത എന്ന് പറയുന്നത്? അതായത് പക്വത എപ്പോഴാണ് നമ്മൾ പക്വത എത്തി എന്ന് പറയുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? ഒരു പൂർണ്ണ വളർച്ച. എന്ത് പൂർണ്ണമാകുമ്പോഴാണ് ഡെവലപ്മെന്റ്. ഓരോരുത്തരായിട്ട് പറയുന്നു, എല്ലാവരും പറഞ്ഞ കേട്ടില്ല. ശാരീരികവും മാനസികവുമായുള്ള വളർച്ച. സംഗീത പറയുന്നത് ക്ലിയർ അല്ല. അതെയോ? സംഗീത പറയുന്നത് ക്ലിയർ അല്ല, ബ്രേക്ക് ആവുന്നുണ്ട്. ശാരീരികമായ വളർച്ച, പൂർണ്ണമായ വളർച്ച എത്തുന്നത്. കേൾക്കുന്നുണ്ടോ മിസ്? കേൾക്കുന്നുണ്ടോ? അറിയോ? കോശവർദ്ധനവ് മൂലമാണ് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് എപ്പോഴാണ് മെച്യൂരിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നത്? എപ്പോഴാണ്? എപ്പോഴാണ് മെച്യൂരിറ്റി? ടീനേജ് ആണോ? അഡോളസൻസ്. അഡൾട്ട് ആവുമ്പോഴത്തേക്കും, ഏകദേശം അഡൾട്ട് ആവുന്ന സമയത്ത് നമ്മൾക്ക് പക്വത ആർജിക്കോ? ആണോ? അപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത്? 40 വയസ്സിലോ? ആണോ? എപ്പോഴായിരിക്കും നമ്മുടെ മെച്യൂരിറ്റി സ്റ്റോപ്പ് ആവുന്നത്? ആലോചിച്ച് നോക്കി. കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഇല്ലല്ലോ, അതൊരു കണ്ടിന്യൂ തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലേ?
ആണ്, വലിയ പ്രോസസ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണോ സ്റ്റോപ്പ് പ്രോസസ് ആണോ? ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രോത്ത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല. മെച്യൂരിറ്റി എന്ന് പറയുന്ന ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ ഡെവലപ്മെന്റ് മെച്യൂരിറ്റി അല്ല, ഗ്രോത്ത് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. ഗ്രോത്ത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല, അതൊരു കറക്റ്റ് ടൈം എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവും, പിന്നെ ഗ്രോത്ത് ആവില്ലല്ലോ. വളർച്ച എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വളർച്ച പൂർത്തിയായിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ആവുന്നു. നമ്മൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഹൈറ്റ് വയ്ക്കുള്ളൂ. പരിധി കഴിഞ്ഞ് നമുക്ക് ഹൈറ്റ് വയ്ക്കും. ഒരു ഏജ് ആവുന്ന ടൈമിൽ ഏകദേശം 18 വയസ്സിനുള്ള ഏകദേശം ഓരോരുത്തർക്ക് ഹൈറ്റ് ആയിട്ടുണ്ടാവും. കറക്റ്റ് ഹൈറ്റ് മാക്സിമം പോയാൽ 19 വയസ്സ്. ഹൈറ്റ് കൂടുന്ന സിറ്റുവേഷൻ അത് നമ്മുടെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് മൂലം എന്താണ് ഹൈറ്റ് അവിടെ നിൽക്കും. ഓക്കെ, അതുപോലെ തന്നെ സൈസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് ബാക്കി വ്യത്യാസങ്ങൾ സംഭവിക്കുന്നില്ല. മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, എസ്പെഷ്യലി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഓരോ ദിനം പ്രതി നമ്മൾ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മുടെ എൻവയോൺമെന്റിനും ബിഹേവിയർ എന്നെല്ലാം ഇതായി വരേണ്ടതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മാം ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മെച്യൂരിറ്റിയും ഗ്രോത്തും ആണോ ഈക്വൽ ആയിട്ട്? മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഗ്രോത്തിന്റെ സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? പക്വത ആർജിക്കുന്ന സമയത്ത് ഗ്രോത്ത് ഫുൾഫിൽ ആവും. ഓക്കെ, നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാവുന്ന സമയത്ത് വളർച്ച അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രോത്ത് നമ്മൾ എപ്പോഴാണോ മെച്യൂർഡ് ആവുന്ന സമയത്ത് ഗ്രോത്ത് സ്റ്റോപ്പ് ആകുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഓരോ ആസ്പെക്ട്സിലും, അതായത് നമ്മുടെ ക്വാളിറ്റീസിലാണ് അല്ലെ, ഒരാളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ക്വാളിറ്റീസ്, ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് നമ്മുടെ ജനനം മുതൽ മരണം വരെ എന്ത് നടക്കുന്നുണ്ട്? ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പൊ ഈ മെച്യൂരിറ്റി എന്ന് നമ്മൾ പറയുന്നത് ആ മെച്യൂർഡ് ആയിട്ടില്ല, അതൊരു ബിഹേവിയർ നോക്കിയിട്ടല്ലേ നമ്മൾ പറയുന്ന ഒരു മെച്യൂർഡ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ? അപ്പൊ അത് പറയാൻ പാടില്ലല്ലോ. ബിഹേവിയർ നോക്കിയിട്ട് ഒരിക്കലും മെച്യൂരിറ്റി അളക്കാൻ പറ്റൂലല്ലോ അല്ലെ? ബിഹേവിയർ എന്ന് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞില്ലേ, നമ്മളൊരു ക്വാളിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിന്റെ തോട്ട്സ്, ഇതൊക്കെ എന്താണ് നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോശവർദ്ധന ഒരു സമയത്ത് നിലനിൽക്കും, സ്റ്റോപ്പ് ആവുന്നത്. അതായത് നമ്മൾ ഇത്രയും ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇനി ഡെവലപ്പ് ആവുക, അത് കഴിഞ്ഞാൽ വികസിക്കില്ല. നമ്മുടെ കൈകാലുകൾ ഇനിയും നീട്ടം വെക്കുവോ? വിരലിൽ ഇനിയും നീട്ടം വെക്കുവോ? ഇല്ല. കണ്ണിന്റെ ഷേപ്പ് മാറോ? ഇല്ല. ഇതൊക്കെ തന്നെ എടുക്കില്ല. നമ്മളുടെ ഭാഗ്യ വ്യത്യാസം വരുന്നത് നമ്മുടെ സൈസ് മാറും അല്ലെ. ബോഡി വെയിറ്റിൽ മാത്രം ചില വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. ബാക്കി അവിടെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ബാക്കി നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ചിന്താഗതികൾ, ഒരാളുടെ സ്വഭാവം, ഇതൊക്കെ എന്ത് വരുന്നുണ്ട്? അതാണ് ഡെവലപ്മെന്റ്സ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരാളുടെ ഉണ്ടാകുന്ന പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ സൈക്കോളജിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ മാം ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് മാം? അപ്പൊ എപ്പോഴാണ് മെച്യൂരിറ്റി എത്തുന്നത്? യെസ്, എപ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റി എത്തുന്നത്? ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ്. ഗ്രോത്ത് സ്റ്റോപ്പ്, വളർച്ച സ്റ്റോപ്പ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ, പക്വത ആർജിക്കുന്ന സമയത്ത് എന്ത് അവസാനിക്കുന്നു? ഗ്രോത്ത് അവസാനിക്കും. നമ്മൾ ഇനി പറയുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കുറച്ചുകൂടി വലുതാവും, കുറച്ചുകൂടി ഹൈറ്റ് വെക്കും, നമ്മുടെ കൈകാലുകളിൽ വ്യത്യാസം വരും എന്നൊക്കെ തോന്നുന്നുണ്ടോ? വേറെ വിരലുകളൊക്കെ വരും എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഗ്രോത്ത് നമുക്ക് പക്വതയാർജിക്കുന്ന സമയത്ത് ഗ്രോത്ത് സ്റ്റോപ്പ് ആകുന്നു. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആലോചിക്കണ്ട. കുറെ സംശയം വരുന്നുണ്ടല്ലേ? എന്നുണ്ടോ? സൈക്കോളജി ആണ് പല സംശയങ്ങളൊക്കെ തോന്നുന്നത് കേട്ടോ. എന്തുണ്ടെങ്കിലും ചോദിക്കാൻ നമുക്ക് ശ്രമിക്കാം. എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, അപ്പൊ ഒരു ടീനേജ് എൻഡ് ആവുന്ന സമയമാണല്ലോ 19 ഇയേഴ്സ് എന്ന് പറഞ്ഞു. ആ 19 ഇയേഴ്സിലാണോ അപ്പൊ നമ്മുടെ പ്രോപ്പർ മെച്യൂരിറ്റി നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്? യെസ്, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഏകദേശം നമ്മൾ അവിടെ ശരിക്കും കോശവർദ്ധന അവിടെ സ്റ്റോപ്പ് ആയി പറയാം നമുക്ക്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഏകദേശം ഫിറ്റ് ആയി അല്ലെ, ബോഡി ഫിറ്റ് ആയി. ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മുടെ ബോഡിയിൽ വരുന്നുള്ളൂ.
ശരിക്കും പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു മെൻസ്ട്രേഷൻ പീരീഡില്ലേ, മെൻസ്ട്രേഷൻ പീരീഡിൽ തന്നെ നമ്മളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമ്മളുടെ എന്താണ് ഗ്രോത്ത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഗ്രോത്ത് ഏകദേശം ഒരു മിഡിൽ പാർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 18 വയസ്സാവുന്ന സമയത്താണ് ഇത് ഏകദേശം ഉണ്ടാവുന്നത്, ഓക്കെ ആവുന്നത്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓക്കെ ആവുന്നത്. ഇപ്പൊ നമ്മൾ കാണാറില്ല ചില കുട്ടികള് മെൻസ്ട്രേഷൻ കഴിയുന്ന സമയത്ത് പെട്ടെന്ന് വലുതാവും അല്ലെ, ചില കുട്ടികൾ മാത്രമേ എങ്ങനെ കാണുള്ളൂ. അപ്പൊ ആ ഒരു വേരിയേഷൻ എന്ന് വെച്ചാൽ ചിലവർക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിൽ കുറച്ചും കൂടി അവർ നല്ല മെച്ചുവർ, അതായത് 15, 16, 17 വയസ്സിനുള്ളിൽ ഭയങ്കര ഫിറ്റ് ആവും. ചില കുട്ടികൾ പീരീഡ്സ് ആയാലും ചിലപ്പോ എന്താണ് ഒരു വ്യത്യാസം ഇല്ലാത്ത കുട്ടികളെ കാണാറുണ്ട്. 2 ടൈപ്പ് ഓഫ് പിള്ളേരെ കാണാറില്ലേ. പീരീഡ്സ് ആയി കഴിയുമ്പോൾ ശരീരത്തിൽ ഡെവലപ്മെന്റ് വരുന്നവരുണ്ട്, അല്ലാത്ത പക്ഷവും വരുന്നവരുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ആൾക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ടും പക്ഷെ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വരാം, പക്ഷെ ഉള്ളില് നടക്കുന്നുണ്ടാവും. പോഷകത്തനവ് പോലുമുള്ള മറ്റ് വ്യത്യാസങ്ങൾ ആ കുട്ടിയിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്കത് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിനകത്ത് ചിലർ തടിച്ചിരിക്കും, ചിലർ മെലിഞ്ഞിരിക്കും. എന്താണ് സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാണ്. പക്ഷെ ഇതൊരു പീരീഡ് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ വളർച്ച എത്തി കഴിഞ്ഞ സമയത്ത് പിന്നീട് അതില്ല. ഓക്കെ, അതാണ് സ്റ്റോപ്പ് ആവും. ദാറ്റ് ഈസ് ഗ്രോത്ത്. ഓക്കെ, യെസ്. വലിയ സംശയങ്ങളാണ് എനിക്ക് 14ന്റെ. ഇനി ഉണ്ടാവും പിന്നൊക്കെ സംശയം എന്താണ്? അതായത് നമ്മള് ഗ്രോത്ത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റി കംപ്ലീറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു സൈക്കോളജിക്കലി ആ ഒരു വേർഡ് അവിടെ കൊടുത്ത ഡെഫിനിഷൻ കൊടുത്തതായിരിക്കും. നമ്മളല്ലാതെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ചിലർക്ക് ടീനേജ് കഴിഞ്ഞാലും മെച്യൂരിറ്റി വരാത്തവരുണ്ട്. ഇപ്പൊ എനിക്ക് 30 വയസ്സായി. എനിക്ക് ശാരീരികമായ മെച്യൂരിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൈക്കോളജിക്കലാണ് നമ്മുടെ ഡെവലപ്മെന്റ്. നമ്മള് ഓരോ ദിവസം ചിന്തിക്കുന്നതല്ല. ഇന്നിപ്പോ 10 വയസ്സിൽ ചിന്തിച്ചതല്ല നമ്മൾ 20 വയസ്സിൽ ചിന്തിക്കുന്നത്. നമ്മൾ ദിനം പ്രതി നമ്മുടെ തോട്ട്സിൽ വ്യത്യാസമുണ്ട് അല്ലെ. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പ്രവർത്തികള്, നമ്മുടെ സ്വഭാവങ്ങള്, നമ്മൾ കാണിക്കുന്ന ആക്ഷൻസ് ഒക്കെ പണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് പോലെയാണോ പിറ്റേ ദിവസം ചെയ്യുന്നത്? വ്യത്യസ്തമായിട്ടാണ് അല്ലെ. പല രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സ്വഭാവം. ഇപ്പൊ ഏറ്റവും മോശമുള്ള സ്വഭാവം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. മോശമുള്ള സ്വഭാവമുള്ള ബിഹേവിയറുള്ള ഒരാള് കുറെ നാൾ അതേ സ്വഭാവം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ മോശപ്രവൃത്തികൾ ചെയ്തു. പിന്നീട് ഒരു മൊമെന്റിൽ അയാൾക്ക് എന്ത് തോന്നി? താൻ ചെയ്യുന്നത് മോശമായ പ്രവൃത്തികളാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു തോട്ട് വരെയാണ്, അതായത് ചേഞ്ച് ഡെവലപ്മെന്റ് അവിടെ സംഭവിച്ചപ്പോൾ ആൾ എന്ത് സംഭവിച്ചു? എങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി? ആ മോശമായ പ്രവൃത്തികളൊക്കെ മാറ്റിവെച്ച് എന്താകാൻ തുടങ്ങി? നല്ലൊരു പ്രവൃത്തികൾ ചെയ്യാനുണ്ട്, നല്ലൊരു മനുഷ്യനാകാനുണ്ട്. അപ്പൊ അയാൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡെവലപ്മെന്റ്. അപ്പൊ അയാളുടെ സ്വഭാവത്തിൽ കാര്യമാണ് കേട്ടോ, സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അയാൾ പിന്നെ എന്താണ് നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, നല്ലൊരു മനുഷ്യനായിട്ട് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളൊരു കാര്യത്തിന് എല്ലാവരും ഒരേപോലെയാണോ ചിന്തിക്കുന്നത്? ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലെയിൻ ക്രാഷിനെ കുറിച്ച് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചില്ലേ? എല്ലാവരും വ്യത്യസ്തമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അത് നേരത്തെ നോക്കാമായിരുന്നൊക്കെ നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു ഉദാഹരണം പറയാണ്, നമ്മൾ ചിന്തിക്കുന്ന ലെവലിലെ വ്യത്യാസമാണ്, അവിടെയാണ് നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് പറയുന്നത്. അപ്പൊ പലരും പല കാര്യങ്ങളിലെ പല പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് നോക്കിക്കാണുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെന്റ്. നമ്മളുടെ ബിഹേവിയറിൽ വ്യത്യാസം വരും. നമ്മള് ഇന്ന് കാണിക്കുന്ന പെരുമാറ്റമല്ല നാളും കാണിക്കുന്നത്. എപ്പോഴും നമ്മുടെ ബിഹേവിയർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നുള്ള സ്വഭാവമാണോ നാളെ വരുന്നത്? ഇതേ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും ഇന്ന് നാളെ പോകുന്നത്? ഒരിക്കലുമല്ല. അത് ബാക്കി ചാപ്റ്റേഴ്സ് വരുമ്പോ മനസ്സിലാവുന്ന തന്നെയാണെന്ന്. ഇന്നത്തെ സ്വഭാവം, ഇന്നത്തെ മൊമെന്റ് ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. നിങ്ങൾ അടുത്ത ദിവസം വേറെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. ഇത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത്. ഇതിന്റെ കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണെന്ന്. ഡിഫറൻസ് വരുന്നുണ്ട്. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി മനസ്സിലാവും എന്താണ് സംഭവം. ഓക്കെ, ഇത് പറയാതെ അത് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, then by both of these natural processes are greatly different. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രോത്ത് എന്നതും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള നാച്ചുറൽ പ്രോസസ് ആണ്. രണ്ടും ഒന്നല്ല അല്ലെ. രണ്ട് രീതിയിലുള്ള വ്യത്യസ്തതകളുള്ള പ്രോസസ് ആണ് എന്ത്? ഗ്രോത്തോ ഡെവലപ്മെന്റോ. പക്ഷെ
Both growth and development are closely related to steps in the producing healthy adults. പിന്നെന്താ പറയുന്നത്, ഗ്രോത്തും ഡെവലപ്മെന്റും പക്ഷെ ക്ലോസ് റിലേഷൻസ് വരുന്നുണ്ട്. എവിടെയാണ് വരുന്നത്? പ്രൊഡ്യൂസിങ് ഹെൽത്തി അഡൾട്ട്സ്. എന്താണ് പ്രൊഡ്യൂസിങ് ഹെൽത്തി അഡൾട്ട്സ് എന്ന് സൂചിപ്പിക്കുന്നത്? പ്രൊഡ്യൂസിങ് ഹെൽത്തി അഡൾട്ട്സ് അതായത് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന്, ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഗ്രോത്തും ഡെവലപ്മെന്റും എന്താണ്, ഒരു ക്ലോസ് റിലേഷൻഷിപ്സിലാണ്, നല്ല ബന്ധമുള്ള ഒരു ഘട്ടമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ അവനിലൂടെ ഈ രണ്ട് കാര്യങ്ങൾ കടന്നു പോകുന്നില്ലേ? ഒരു നല്ല ഒരു അഡൾട്ട്സിനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു പരിധി വരെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരു കുട്ടിയെ എടുക്കാം, ഒരു കുട്ടിയെ എടുത്താൽ എന്താണ്, ഒരു പരിധി വരെ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? വളർച്ച ഉണ്ടാവുന്നു. വളർച്ച കഴിഞ്ഞപ്പോൾ വളർച്ചയോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്? ഡെവലപ്മെന്റ് വരുന്നുണ്ട് അല്ലെ? വളർച്ചയുടെ ഒപ്പം തന്നെ രണ്ടും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഗ്രോത്ത് എന്ത് ചെയ്യപ്പെടുന്നു? സ്റ്റോപ്പ് ആവുന്നു. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്? അത് പിന്നെയും ആ ഒരു ലൈഫിലേക്ക് ത്രൂ ഔട്ട് ലൈഫ് ലോങ് പ്രോസസ് ആയിട്ട് ഇതിന് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, രണ്ട് കാര്യങ്ങളുമാണ് റിലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലെ ഗ്രോത്തും ഉണ്ട് ഡെവലപ്മെന്റും ഉണ്ട്. വളർച്ച എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി പക്വത ആർജിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഗ്രോത്ത് അവസാനിക്കുന്നു, ഡെവലപ്മെന്റ് എന്താണ് അവസാനിക്കുന്നില്ല. മരണം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എങ്ങനെ സൂചിപ്പിക്കുന്നത്? വളർച്ചയും വികാസവും ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നത്, ആരോഗ്യമുള്ള ഒരു മുതിർന്നവരെ സൃഷ്ടിക്കുന്നതില് അടുത്ത ബന്ധമുള്ള രണ്ട് പ്രോസസ്സുകളാണ് എന്ത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അഡൽട്സ് ആരാണ്? മുതിർന്നവർ. നമ്മൾ എല്ലാവരെയാണ് സൂചിപ്പിക്കുക കേട്ടോ. നല്ലൊരു അഡൽട്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ, നല്ലൊരു അഡൽട്സിനെ പൂർത്തീകരിക്കുന്നതില് ഡെവലപ്മെന്റും ഗ്രോത്തും എന്താണ് ഒരേപോലത്തുള്ള പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ക്ലോസ് റിലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് നോക്കുന്നത് രണ്ട് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വികസനത്തെയും വളർച്ചയും കുറിച്ച് വരുന്ന രണ്ട് നിർവചനങ്ങൾ, രണ്ട് വ്യക്തികളുടെ രണ്ട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രോ ആൻഡ് ക്രോ, അത് അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ പേരാണ്. കാണുന്നുണ്ടോ ടെക്സ്റ്റില്? യെസ്, അദ്ദേഹം പറയുന്നത് എന്താണ്? Crow and Crow remarks that growth refers to structural and physiological changes, while development refers to growth as well as changing behavior. അദ്ദേഹം ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോത്ത് refers to structural and physiological. വളർച്ച എന്നത് ഘടനാപരമായിട്ടും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് ആര് പറയുന്നത്? ക്രോ ആൻഡ് ക്രോ പറയുന്നത്. എന്താണ് വളർച്ച എന്നത്? ഘടനാപരവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് സ്ട്രക്ചറിനെയാണ് എന്ത് അദ്ദേഹം പറയുന്നത്? ഗ്രോത്ത്. ഒരാളിലുണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് അദ്ദേഹം ഗ്രോത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പൊ ഡെവലപ്പിംഗിന് എന്താണ് സൂചിപ്പിക്കുന്നത്? ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് എ ചേഞ്ചിങ് ബിഹേവിയർ. എന്താണ്? അതേസമയം വികസനം എന്ന് പറയുന്നത് എന്തായിട്ടാണ് അദ്ദേഹം പറയുന്നത്? വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ്. ഒരാളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സിനെയും പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയുമാണ് അദ്ദേഹം ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റ ഡെഫിനിഷൻസിൽ തന്നെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആണെന്നും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? ഒരാളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയുമാണ് ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് സൂചിപ്പിക്കുന്നത് എന്നാണ് ആ ഡെഫിനിഷൻസിൽ പറയുന്നത്. മനസ്സിലായോ? യെസ്, ഒന്നുകൂടി പറയാം. വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. അതേസമയം വികസനം എന്നത് എന്താണ്? ഒരാളുടെ വളർച്ചയും പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയുമാണ് വികസനം സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? യെസ്. ഇന്ന് ക്ലാസ്സിൽ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അത് ക്രോ ആൻഡ് ക്രോന്റെ ഡെഫിനേഷൻ ആണ്. ഇനി അതേ
Harlock എന്നൊരു സൈക്കോളജിസ്റ്റിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. The words of Harlock, the term development refers a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experiences. Harlock പറയുന്നത് എന്താണ്? The term development refers a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experiences. Harlock എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് അദ്ദേഹം വികസനത്തിനെ മാത്രമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് വികസനം എന്ന പദം സൂചിപ്പിക്കുന്നത്, ആ പോയിന്റ് നോക്കാട്ടോ, വികസനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? പക്വതയുടെയും അനുഭവത്തിന്റെയും ഫലമായിട്ട് ക്രമാനുഗതമായിട്ട് പ്രവചിക്കാൻ പറ്റുന്ന പാറ്റേണിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പുരോഗമന പരമ്പരയാണ് വികസനം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത് അദ്ദേഹം? ഡെവലപ്മെന്റ് റിഫേഴ്സ് ടു പ്രോഗ്രസീവ് സീരീസ്. പ്രോഗ്രസീവ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരോഗമന പരമ്പര. അതായത് ഒരാൾ ജനിച്ച് അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള ഒരു പ്രോസസ്, അതൊരു ഓർഡർ ആണ്, അതൊരു പാറ്റേണിലാണ് അത് സംഭവിക്കുന്നത്. ആ പാറ്റേണിൽ എന്തൊക്കെ സംഭവിക്കുന്ന? വികസനത്തിനോടൊപ്പം തന്നെ ആൾക്ക് മെച്ചുറേഷൻ കൂടി സംഭവിക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഹർലോക്ക് വികസനം എന്ന പദത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതായത് വികസനം എന്ന പദം പക്വതയുടെയും അനുഭവത്തിന്റെയും ഫലമായിട്ട് ക്രമാനുഗതമായിട്ട്, അതായത് ഒരു പാറ്റേണില് പ്രവചിക്കാവുന്ന പാറ്റേണിൽ, അതായത് നമുക്ക് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഒരാൾ എത്രത്തോളം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് അല്ലെ? പ്രവചിക്കാവുന്ന പാറ്റേണിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. അപ്പൊ എന്താണ് നിങ്ങൾ ഈ ഡെഫിനേഷൻ പഠിക്കേണ്ട? നിങ്ങൾ ഏതാണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് ക്രോ ആൻഡ് കോർ ഡെഫിനേഷൻ മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കില് അണ്ടർലൈൻ ചെയ്ത് വെക്കല്ലേ? ലൈൻ ചെയ്തോ, ഇമ്പോർട്ടന്റ് ആണ്. MP എന്നിട്ടോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ക്രോ ആൻഡ് കോർ ഡെഫിനിഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും അറിയോ? ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇതാരാണ് ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കും. ഓപ്ഷൻസിൽ എന്തുണ്ടാവും? നാല് പേരുടെ പേരുണ്ടാവും. ABCയിൽ 4 പേരുണ്ടാവും. ചിലപ്പോൾ ഹർലോക്ക് ഉണ്ടാവും, ക്രോ ആൻഡ് കോർ ഉണ്ടാവും, പിന്നെ ആൽബർട്ട് അല്ലെങ്കിൽ പിയേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ പേരുകളായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇതാരുടെ ഡെഫിനിഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ടിക്ക് ചെയ്യേണ്ടത് ആരെയാണ്? ക്രോ ആൻഡ് ക്രോ എന്ന് ടിക്ക് ചെയ്യുക. അങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, അന്നേരം ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? 1 വേർഡ് ക്വസ്റ്റ്യൻ ആണോ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക, കറക്റ്റ് ആൻസർ. നമ്മള് ഒരു ചാപ്റ്റർ കഴിയുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും എന്താണ്, എങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ അതവർക്ക് ആരും രക്ഷ അടിക്കണ്ട. യെസ്, അപ്പൊ ഈ ഡെഫിനിഷൻ ബൈഹാർട്ടാക്കി ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കേണ്ട, ഡിഫിക്കൽട്ട് ആണ് അത് പഠിക്കാനായിട്ട്. അദ്ദേഹം ഡെവലപ്മെന്റിന്റെ മാത്രമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഗ്രോത്തിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നില്ല. യെസ്, അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ എല്ലാവർക്കും ഓക്കെ ആണോ? ക്രോ ആൻഡ് കോറിന്റെ ഡെഫിനിഷൻ ഓക്കെ ആണോ? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെയാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? Cro and Crow എന്താ പറയുന്നത്? Growth refers to structural and physiological changes, while development refers to growth as well as changes in behavior. വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് സ്ട്രക്ചറലാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. വൈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതേസമയം വികസനം എന്തായിട്ടാണ് സൂചിപ്പിക്കുന്നത്? വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി ഗ്രോത്തും ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഗ്രോത്തിന്റെ ഭാഗത്തുള്ളത് കൊടുത്തിട്ടുണ്ട്, ഡെവലപ്മെന്റിന്റെ ഭാഗത്തുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഡിഫറൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് ധാരാളം വായിക്കാമോ?
വായിക്കട്ടെ മിസ്? വായിച്ചോ. വായിക്കട്ടെ മാഡം? വായിച്ചോ. It refers to changes in the specific aspect of body or behavior of the individual. Yes. Second, development. It refers to all overall changes that result in improved functioning of individual. Yes. ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണെന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നോക്കാം. ടെക്സ്റ്റ് കിട്ടിയ എല്ലാവർക്കും? ഇല്ല. ആർക്കാണ് കിട്ടാത്തത്? എനിക്ക് കിട്ടിയിട്ടില്ല മിസ്സേ. ഇതും കിട്ടിയിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല മാം. അപ്ലൈ ചെയ്തിട്ടില്ലേ? ചെയ്തു. ഉണ്ട്, 7 ദിവസത്തിനുള്ളിൽ വരും പറഞ്ഞു. ശരി, നമുക്ക് നോക്കാം. ഗ്രോത്ത്. It refers to changes in specific aspects of body or behavior of the individual. എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? വ്യക്തിയുടെ ശരീരത്തിലെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ബോഡി ഓർ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. യെസ്. അതായത് ചില സമയത്ത് നമ്മളിപ്പോ മെൻസ്ട്രേഷൻ പറഞ്ഞില്ല, മെൻസ്ട്രേഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ എന്ത് സംഭവിക്കാറുണ്ട്? പീരീഡ്സ് ആവുന്നതിനുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും പീരീഡ്സ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ബിഹേവിയർ ഉണ്ട് അല്ലെ? നമ്മൾക്ക് അവിടെ എന്ത് സംഭവിക്കുന്നതോടെ ഒരു പക്വത വരുന്നുണ്ട് അല്ലെ? ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, മെൻസ്ട്രേഷൻ കഴിയുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ അടക്കൊടുക്കൊക്കെ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നോർമലി സംഭവിക്കുന്നതാണത്. ഓക്കെ. യെസ്. അപ്പോ ഗ്രോത്ത് സൂചിപ്പിക്കുന്ന എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് ബോഡി ഓർ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ശരീരത്തിലെയും പെരുമാറ്റത്തിലെയും മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു overall changes that results in improved functioning of individual. ഡെവലപ്മെന്റ് എന്താണ്? ഒരു വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങളിൽ കാരണമാകുന്ന എല്ലാ മാറ്റങ്ങളെയുമാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ മികച്ച പ്രവർത്തനം, അതായത് ക്വാളിറ്റീസിൽ ഉണ്ടാകുന്ന എല്ലാ ക്വാളിറ്റീസിലും പ്രവർത്തനങ്ങളിലും ഫങ്ഷൻസിൽ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വികസനം എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടും രണ്ടാണ്. ഇന്നെന്താണ്? ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസും മറ്റെന്താണ്? അയാളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാഡം. Yes. Second one, it refers to changes in quantitative aspects. Growth എന്ന് പറയുന്നത് എന്താണ്? It refers to changes in the quantitative aspects. Development refers to changes in qualitative aspects. വ്യക്തമായിട്ട് മനസ്സിലാവാൻ നോക്കി. Growth എന്താണ് പറയുന്നത്? It refers to in the quantitative aspects. എന്താണ്? നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പഠിച്ചത്? മെഷർ ചെയ്യാൻ പറ്റും അല്ലെ? ക്വാണ്ടിറ്റി അളക്കാനായിട്ട് പറ്റും. അതിന്റെ അളവുകള്, അതായത് സൈസ് അളക്കാൻ, വെയിറ്റ് അളക്കാം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ആസ്പെക്ട്സുകൾ, ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? refers to change in qualitative aspects. ഇത് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരാളുടെ ക്വാളിറ്റീസ്, അതായത് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ക്വാളിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. മറ്റേതെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഗ്രോത്തില് എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അളക്കുന്നത് സൈസ്, ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങൾ തുടങ്ങിയതാണ് നമ്മൾ ഗ്രോത്തിൽ മെഷർ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഒരാളുടെ ക്വാളിറ്റിയിലാണ് അല്ലെ? അതായത് ആളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന, മികച്ച പ്രകടനത്തിൽ ഉണ്ടാകുന്ന ക്വാളിറ്റീസിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് പോയിന്റ്, it does not continue throughout life. It stops when maturity is attained. Growth എന്ന് പറയുന്നത് എന്താണ്? Does not continue throughout process.
അതായത് ഇതൊരു ത്രൂ ഔട്ട് ആയിട്ടുള്ള പ്രോസസ് അല്ല, ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്? വ്യക്തി പക്വത പ്രാപിക്കുന്ന സമയത്ത് ഗ്രോത്ത് നിലയ്ക്കുന്നു. ഒരു വ്യക്തിക്ക് പക്വതയാർജിക്കുന്ന സമയത്ത് എന്താണ് വളർച്ച സ്റ്റോപ്പ് ആകുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ലൈഫിൽ നമുക്കില്ല ഗ്രോത്ത്, ത്രൂ ഔട്ട് ലൈഫിൽ നമുക്കില്ല. യെസ്, അതിന് ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മളുടെ ഓർഗൻസിനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസില് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്ഡ് ആവോ? ഇല്ല. ഇല്ല, അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ ആ കൺഫ്യൂഷൻ മാറും. പലരും പല കൺഫ്യൂഷൻസിൽ ചോദിച്ചു, ഇത് അങ്ങനെ എത്തും ഇങ്ങനെയല്ല, ഇങ്ങനെ എത്തും അങ്ങനെയല്ല എന്ന് ചോദിച്ചു. നമ്മുടെ ഓർഗൻസിന്റെ അടുത്ത് നോക്കിയാൽ മതി. ഓർഗൻസ് ആ ഒരു ടൈം മാത്രമേ നമ്മളുടെ ഹാർട്ട് ആയാലും മറ്റെന്ത് ഓർഗൻസ് ആയാലും ഒരു പരിധി വരെ അതിന് വികാസം സംഭവിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയി. ദാറ്റ് ഈസ് ഗ്രോത്ത്. ഓക്കെ, മനസ്സിലായോ? യെസ്. പിന്നെ നമ്മ വളരുന്നതിനനുസരിച്ച് നമുക്ക് ഒരു 10-70 വയസ്സ് വരെ ഹാർട്ടും മറ്റു ഓർഗൻസ് ഒക്കെ വളരാൻ തുറന്നാല് നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ നമ്മുടെ ഒപ്പം തന്നെ അല്ല, അങ്ങനെ ചിന്തിക്കണം. ആ യെസ്. അപ്പൊ ഇത് ത്രൂ ഔട്ട് ലൈഫിൽ നടക്കുന്ന ഒരു പ്രോസസ് അല്ല, കണ്ടിന്യൂസ് പ്രോസസ് അല്ല. എന്താണ്? പക്വത ആർജിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ആവും. ഈ ഡെവലപ്മെന്റ് എന്താണ്? ഇറ്റ്സ് ആൻ അൺസീസിങ് പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് when the maturity is attained. എന്താണ് അൺസീസിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതൊരു നിലയ്ക്കാത്ത പ്രക്രിയയാണ്. അൺസീസിങ് മീൻസ് നിലയ്ക്കാത്ത, സ്റ്റോപ്പ് ആവാത്ത പ്രക്രിയയാണ് എന്ത്? വികസനം. ഇറ്റ് ഡസ് നോട്ട് എൻഡ് when the maturity is attained. പക്വത ആർജിച്ചാലും ഇത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരാൾക്ക് പക്വത സംഭവിച്ചാലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് വികാസം ജനനം മുതൽ മരണം വരെ പ്രവർത്തിക്കുന്ന പ്രക്രിയയാണ്. അത് നിലയ്ക്കാത്ത പ്രക്രിയയാണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഒരു കുട്ടി ജനിച്ചു, അവന്റെ മരണം വരെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവന് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അതുകൊണ്ടാണ് അതിന് അൺസീസിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അൺസീസിങ് പ്രോസസ് ആണ്, നിലയ്ക്കാത്ത പ്രക്രിയയാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്. നമ്മുടെ ജീവിതാവസാനം വരെ പോകുന്ന ഒരു പ്രവർത്തനമല്ല, ഒരു പ്രക്രിയയല്ല എന്ത്? ഗ്രോത്ത്. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് സ്റ്റോപ്പ് ആകുന്നു. ഓക്കെ, മനസ്സിലായോ അവിടെ വരെ? മനസ്സിലായി. Yes. It is narrow in its meaning and only one of the feature of development process. Growth എന്ന് പറയുന്നത് എന്താണ്? It is narrow in its meaning and only one of the features of development process. That development, it is a wide and comprehensive term. ഈ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു നാരോ ആണ്. നാരോ മീൻസ് എന്താണ്? നാരോ ഇടുങ്ങിയ ചെറുതായ അങ്ങനെയൊക്കെ പറയൂല നമ്മള്? ചെറിയ. അപ്പൊ എന്താണ് 4th പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ് ഒന്ന്. അതിൽ നിന്ന് മനസ്സിലാവുന്നതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ മാറ്റം സംഭവിച്ചാൽ തന്നെ അതിന് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റും. അത് നാരോ ആണ്. അതിന് വൈഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഡർ ആണ്. അതിന് എത്ര ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിന് മതിയാവൂല. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഗ്രോത്തിനെ നാരോ ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഭാഗമായിട്ട് വെച്ചിട്ടാണ് അതൊരു പരിധി വരെ ഉള്ളു അല്ലെ? ഒരു സമയം എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ആവും. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്? വൈഡർ കോൺസെപ്റ്റ് ആണ് അല്ലെ? അത് വികാസം എന്ന് പറയുന്നത് എന്താണ്? സമ്പൂർണ്ണമായിട്ടുള്ള പ്രക്രിയയാണ് അല്ലെ? കോംപ്രഹെൻസീവ് ഉദ്ദേശിക്കുന്നതാണ് സമ്പൂർണ്ണമായിട്ടുള്ളതെങ്കിൽ വലിയൊരു പ്രക്രിയയാണ് എന്ത്? ഡെവലപ്മെന്റ്. മറ്റത് അങ്ങനെയല്ല, ഒരു പരിധി എത്തുമ്പോൾ അത് നിലയ്ക്കുന്നു. ഇവിടെ എങ്ങനെയാണത്? ഡെവലപ്മെന്റിന് സ്റ്റോപ്പ് ഉണ്ടാവും? ഇല്ല, ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ഇല്ല. അതായത് ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ വളർച്ച.
അല്ലെ? ഒരു ഭാഗം മാത്രമേ വളരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പോർഷൻസ് കഴിയും, ഒരു ടൈം എത്തുന്ന സമയത്ത് പിന്നെ നമുക്ക് വളർച്ച സംഭവിക്കില്ല, അത് സ്റ്റോപ്പ് ആകുന്നു. പക്ഷെ വികസനം എപ്പോഴും എന്താണ്? സമ്പൂർണ്ണമായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, ഒരിക്കലും അത് നിലനിൽക്കുന്നില്ല. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് ഫോർത്ത് വൺ. അതായത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വികസനത്തിന്റെ ഒരു ഫീച്ചേഴ്സ് മാത്രമാണ്. മാം ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ഒരു ചെറിയ കാര്യത്തിനെയാണ് അല്ലെങ്കിൽ നാരോ എന്ന രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരാളുടെ വളർച്ചയിലെ, അതായത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഗ്രോത്ത്. നമ്മളിപ്പോ ജനിച്ചു, എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ജനിച്ചു, ഒരു 18-19 വയസ്സ് വരെ നമ്മളുടെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ, ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു, കൈകാലുകളൊക്കെ വലുതായി, ഫേസിലൊക്കെ വ്യത്യാസം വന്നു. ദെൻ അതൊരു സമയം വരെ ഉള്ളൂ, കഴിഞ്ഞു, അത് സ്റ്റോപ്പായി. ഇനി നമ്മളുടെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യോ, നമ്മുടെ കരട് അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾ, ഇതിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരും, അതൊക്കെ അതേ ഒരു ഫോമിൽ തന്നെ അതിന്റെ പീരീഡിലല്ലേ മാത്രം ഉണ്ടാവുള്ളത്. അതെപ്പോഴാണ്? ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഓർഗൻസ്, നമ്മുടെ കിഡ്നി, ഹാർട്ട്, പിന്നെ ബ്രെയിന്, ഇതൊക്കെ ഏത് സമയം വരെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സമയം വരെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അതിനൊരു പ്രായമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ആവോ? ഇല്ല. ബ്രെയിൻ ഡെവലപ്മെന്റ് വന്ന ശേഷമല്ലേ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ആ മനസ്സിലാവുന്ന സമയമാണ് എന്താ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാർട്ടിന് വലിപ്പം വെക്കോ? നിങ്ങളുടെ ഹൃദയം വലുതാവൂലേ? ഇല്ല. കൈയും കാലിനും കുറച്ചുകൂടി നീട്ടം വെക്കോ? കഴിഞ്ഞു. നമുക്കിനാകെ ഉള്ളത് എന്താണ്? ഡെവലപ്മെന്റ്സ് മാത്രമാണ്. കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും ഒരേപോലെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അവർക്ക് ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ, പൂർണ്ണമായിട്ടില്ല. ഒരു പരിധി എത്തുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആവും, പക്ഷെ ഡെവലപ്മെന്റ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, യെസ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ പഠിക്കാനിരിക്കുമ്പോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, ഭയങ്കര സംശയമാണ് മുമ്പ് ചോദിച്ചത്. അത് ടെൻഷൻ വരുന്ന സമയത്താണ്, അത് ക്ലിയർ ആവാത്ത ടൈമിലാണ് നമുക്കിങ്ങനെ പിന്നെയും പിന്നെ എന്താണെന്ന് തോന്നുന്നത് കേട്ടോ. യെസ്. ഇനി ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഇതിന് നമുക്ക് സംശയം വരും കേട്ടോ. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. എന്താണ് അങ്ങനെ പറയുന്നത്? വളർച്ച ഡെവലപ്മെന്റ് കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം, അത് ഓപ്ഷണൽ ആണ്. വളർച്ച ഉണ്ടായത് കൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല. വളർച്ചയുണ്ടെന്ന് കരുതി നമുക്ക് ഡെവലപ്മെന്റ്, വളർച്ചയില്ലെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർക്ക് വളർച്ച പെട്ടെന്ന് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ഡെവലപ്മെന്റ് ഉണ്ടാകും. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞ എന്താണ്? ശാരീരികമായിട്ട് വളർച്ച ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് എന്ത് സംഭവിക്കും? വികസനം കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കും. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ കൺഫ്യൂഷൻ ആയിട്ടൊന്നും ആരും വിചാരിക്കേണ്ടത്. Next point, the changes generated by growth are perceivable and can be measured. Changes generated by growth are perceivable and can be measured. എന്താണ് നമുക്കത്? ഗ്രോത്ത് വഴി ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആണ്. യെസ്, പെർസീവബിൾ. പെർസീവബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അളക്കാൻ പറ്റും അല്ലേ? അതിപ്പോ സൈസ് വെച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരാളുടെ സൈസും വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്ത് ഗ്രോത്തിന്റെ അളവ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? Development changes produced by development are not perceivable and cannot be measured. Development നമുക്ക് അളക്കാൻ പറ്റില്ല. ഒരാളുടെ സ്വഭാവം നമുക്ക് അളക്കാൻ പറ്റുമോ? അല്ലെങ്ങനെ പെരുമാറുന്നു, ഇന്നിങ്ങനെ പെരുമാറി നാളെ ഇത്ര പെർസെന്റേജ് പെരുമാറും എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരാളുടെ പ്രവർത്തനത്തിന് നമുക്ക് എപ്പോഴും പെർസീവബിൾ ആണ്. അത് മെഷർ ചെയ്യാനായിട്ട് cannot be measured. നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഗ്രോത്ത് നമുക്ക് അളന്നു നോക്കാനായിട്ട് സാധിക്കും. പെർസീവബിൾ എന്ന് പറഞ്ഞാൽ വ്യൂവബിൾ എന്നുള്ള അർത്ഥമാണോ?
പെർസീവബിൾ എന്താണ് പെർസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യൂവബിൾ എന്നുള്ള അർത്ഥമാണോ? പെർസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യൂവബിൾ എന്നുള്ള അർത്ഥമാണോ? കാണാൻ പറ്റുന്നത് എന്നുള്ള രീതിയാണ്. കേട്ടോ, കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഒരാള് വളരുന്നത് കാണാൻ പറ്റില്ല, നമ്മൾക്ക് ഉണ്ടാവുന്ന വണ്ണം, നമുക്ക് ഹൈറ്റ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ? പക്ഷെ ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. സാധിക്കുമോ? കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ? ഇറ്റ്സ് നോട്ട് പെർസീവബിൾ ആൻഡ് cannot be measured. Okay. Then last one, growth is structural and development is functional. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് growth is structural. growth എന്ന് വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ഘടനാപരമായിട്ടുള്ള പ്രക്രിയയാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്? പ്രവർത്തനക്ഷമതയിലാണ് അല്ലെ? ഒരാളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ആൾക്ക് ആ ഡെവലപ്മെന്റ് എന്തെന്ന് അറിയാൻ സാധിക്കുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ മീൻസ് പ്രവർത്തനക്ഷമമാണ്. വികസനം എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമവും ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഘടനാപരവുമായിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ. ഓക്കെ, യെസ്. അതായത് ഡെവലപ്മെന്റ് നമുക്ക് ഒരാളുടെ പ്രവൃത്തിയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റേത് എങ്ങനെയാണ്? വളർച്ച നമുക്ക് സ്ട്രക്ചറലി ആൾക്ക് മെഷർ ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അത് മാത്രമുള്ള അതിന്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് ഇത് പറയാൻ പറ്റുമോ? ഓരോന്നും പറയാൻ ധൈര്യമുള്ള പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞേ. രണ്ടും പറയണം കേട്ടോ, ഗ്രോത്തും ഡെവലപ്മെന്റും പറയണം. Growth refers to changes in the specific aspect of body or behavior of the individual, but development refers to overall changes that results in improved functioning of individual. പറയൂ, എന്താണെന്ന് പറയണം. അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ശരീരത്തിലെ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന പ്രവർത്തനത്തിലുണ്ടാവുന്ന ചേഞ്ച് ആണ്. യെസ്, ഓക്കേ. 10 സെക്കൻഡ് പോയിന്റ് അടുത്താൾ പറയൂ. അടുത്താൾ പറയൂ. സെക്കൻഡ് പോയിന്റ്. It refers to change in the quantitative aspect. Development, it refers to change in qualitative aspect. Growth, it refers to change in quantitative aspect. Quantitative measure ചെയ്യാൻ കഴിയും നമുക്ക്. ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും. ഡെവലപ്മെന്റിനോ? ഡെവലപ്മെന്റിന് സ്വഭാവത്തില് നമ്മള് മികച്ച പ്രകടനങ്ങളാണ് നമ്മൾ നോക്കുക, അല്ലാതെ അത് നമുക്ക് അളക്കാനൊന്നും കഴിയില്ല. നമ്മളവിടെ മനസ്സിലാക്കിയതാണ് ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ദെൻ ഡെവലപ്മെന്റ് മീൻസ് ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് ആരാണ്? അറിയാവുന്ന പോലെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായ പോലെ പറയാം കേട്ടോ. It does not continue throughout life. It stops when the maturity is attained. ഗ്രോത്ത് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ലൈഫിൽ കണ്ടിന്യൂ ചെയ്യില്ല, അതൊരു നിശ്ചിത കാലയളവ് എത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ ഡെവലപ്മെന്റ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവുന്ന ഒരു പ്രോസസ്സാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതൊരു നിശ്ചിത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ലൈഫ് അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താലും ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. It is narrow in its meaning and only one of the features of development process. ഡെവലപ്മെന്റ് എന്ന് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു നാരോ ആയിട്ടുള്ള മീനിങ് ആണ്. അത് ഡെവലപ്മെന്റിന്റെ ഒരു ഫീച്ചർ മാത്രമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം. അതൊരു വൈഡർ ആയിട്ടുള്ള ടേം ആണ്. അത് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും തീരാത്തൊരു സംഭവമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത്. Growth may or may not be bring development. Development is possible without growth. അതായത് ഗ്രോത്ത് ഉണ്ടാവുമ്പോ മീൻസ് എന്താ, ഡെവലപ്മെന്റ് ഉണ്ടാവാതിരിക്കാം.
പക്ഷെ ഡെവലപ്മെന്റ് ആവുമ്പോൾ ഗ്രോത്ത് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത് ഇല്ലാതെ ഒരിക്കലും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. വികസനം ഇല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. കാരണം ചെറിയ കുട്ടിയിൽ നമ്മൾ പറയുന്നില്ലേ ഇതിന് മെച്യൂരിറ്റി ഉണ്ട് എന്ന് പറയാൻ കാരണം അതിലുണ്ടാകുന്ന ഡെവലപ്മെന്റ് നോക്കിയിട്ടല്ലേ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇനിയും സമയം എടുക്കും. പക്ഷെ അവരുടെ ബിഹേവിയർ നോക്കിയിട്ട് നമ്മൾ പറയും അത് മെച്യൂർ ആയിട്ടുള്ള ഒരു കുട്ടിയാന്ന് പറയാൻ പറ്റുന്നത് അവരുടെ ഡെവലപ്മെന്റ് കൊണ്ടാണ്. The changes generated by growth are perceivable and can be measured. ഗ്രോത്ത് എന്ന് പറഞ്ഞാല് അളക്കാൻ പറ്റും. ഡെവലപ്മെന്റ് ചേഞ്ച് പ്രൊസീഡ് ബൈ ഡെവലപ്മെന്റ് ആർ നോട്ട് perceivable and cannot be measured. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് അളക്കാൻ പറ്റാത്ത ഒന്നാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതെന്താണ്? നോട്ട് perceivable and cannot be measured ആണ് ഇതിന്റെ ഡെവലപ്മെന്റ്. ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, then last one. Growth is structural, development is functional. Yes. ഗ്രോത്ത് എന്ന് പറയുന്നത് ഘടനാപരമായതാണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രവർത്തനപരമായതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണം. ഈ ഒരു ടെക്സ്റ്റ് ഉള്ളവര് നോക്കി പഠിക്കുക. രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇത് കഴിഞ്ഞാല് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് അടുത്തത് വരുന്നത്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് പോരെ കേട്ടോ. നെക്സ്റ്റ് ഉള്ളവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് നോക്കിയിരിക്കും. നാളെ കേട്ടോ, നാളെ ക്ലാസ് ഉണ്ട്. മഴയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ബന്ധപ്പെട്ട് നോക്കാം. യെസ്, മാമിന്റെ പേരെന്തുവാ? ആതിര. ആതിര. ഓക്കെ, യെസ്. ഇപ്പൊ ഇവിടം വരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞു എന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നില്ല, സ്പീഡ് കൂടുതലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇപ്പൊ സൈൻ ഔട്ട് ആരാണ്? ഓക്കെ, പറഞ്ഞോളൂ. ഞാനിന്നൊരു ആക്ഷൻ സോങ് ആണ് പാടുന്നത്. കാക്കയ്ക്കുണ്ടൊരു കുപ്പായം, കറുത്ത കുപ്പായം. കോഴിക്കുണ്ടൊരു കുപ്പായം, ഉള്ളിക്കുപ്പായം. വെള്ളത്തിൽ നീന്തും താറാവിനു ഒരു വെള്ള കുപ്പായം. വെള്ളത്തിൽ നീന്തും താറാവിനു ഒരു വെള്ള കുപ്പായം. തത്തയ്ക്കുണ്ടൊരു കുപ്പായം, ചെഞ്ചുണ്ടുള്ളൊരു പച്ച കുപ്പായം. തത്തയ്ക്കുണ്ടൊരു കുപ്പായം, ചെഞ്ചുണ്ടുള്ളൊരു പച്ച കുപ്പായം. സൈനിങ് ഓഫ് ദിശ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു ദിശ. വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം.